ഡയബറ്റിക് ഫൂട്ടിൽ ഇൻ്റർവെൻഷൻ റേഡിയോളജിക്കാർക്ക് ഒരു സിഗ്നിഫിക്കൻ്റ് റോളുണ്ട്. നമ്മൾ അതിൽ രക്തയോട്ടം ശരിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ ഭാഗത്തുനിന്ന്. കാരണം രക്തയോട്ടം അങ്ങോട്ട് വന്നാൽ ആവശ്യത്തിനുള്ള ഹീലിംഗ് നടക്കുള്ളൂ. ഈ രക്തക്കുഴലിൻ്റെ കൂടെയാണ് ആവശ്യത്തിനുള്ള ഓക്സിജൻ വരുന്നത്. ഈവൻ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളെല്ലാം, ഇപ്പോൾ കഴിക്കുന്നതായാലും ഇഞ്ചക്ഷനിൽ കൂടെ കൊടുക്കുന്ന മരുന്നുകളായാലും എല്ലാം രക്തത്തിൽ അലിഞ്ഞിട്ട് വേണം അങ്ങോട്ടെത്താൻ. അപ്പോൾ രക്തക്കുഴൽ ബ്ലോക്ക് ആണെങ്കിൽ ആവശ്യത്തിനുള്ള വോളിയം ആ മരുന്നുകൾ അങ്ങോട്ടെത്തില്ല. ഇപ്പോൾ ഒരു ഇൻഫെക്ഷനുള്ള ആളാണെങ്കിൽ ആവശ്യത്തിനുള്ള വോളിയമുള്ള ആൻറ്റിബയോട്ടിക് അങ്ങോട്ടെത്തില്ല. അപ്പോൾ നമ്മൾ ഈ രക്തക്കുഴൽ പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് രക്തയോട്ടം ശരിയാക്കുന്നു. ഒപ്പം തന്നെ സർജൻ്റെയോ അല്ലെങ്കിൽ പോഡിയാട്രി സ്പെഷ്യലിസ്റ്റിൻ്റെയോ ആവശ്യം കൂടെ വേണം. കാരണം ആ ഇൻഫെക്ഷനുള്ള ഭാഗം അവർ കട്ട് ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഡയബറ്റിക് ഫുഡിലെ ഏറ്റവും വലിയ ആവശ്യം. അപ്പോൾ ചിലപ്പോൾ അത് നമ്മൾ ആദ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് എന്നിട്ടായിരിക്കും അവർ അത് കട്ട് ചെയ്യുക. കാരണം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിക്കുന്നതിൻ്റെ അളവ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ദശ കട്ട് ചെയ്യുന്നതിൻ്റെ അളവ് വളരെ ലിമിറ്റാക്കാം.